പ്രിയപ്പെട്ടവരെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ യാരാടെ പ്രോഡക്റ്റുകൾ മാത്രം കൊടുക്കുന്ന പ്ലോട്ടും നമ്മൾ യാരാടെ പ്രോഡക്റ്റ് കൊടുക്കാത്ത പ്ലോട്ടും തമ്മിൽ നമുക്ക് വ്യത്യാസം നമുക്ക് നോക്കാം. അഴുകൽ കയറി കംപ്ലീറ്റ് പോയ ഒരു തോട്ടമാണ്. ഏറെക്കുറെ ഒരു ഏക്കർ അടുത്ത് നമ്മുടെ യാരാടെ പ്രോഡക്റ്റുകൾ മാത്രമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് നേരിട്ട് തന്നെ കണ്ടറിയാം. ചിമ്പുകളൊക്കെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം. സാധാരണ ചിമ്പുകൾ വരുമ്പോൾ ഇങ്ങനെ കരുത്തി വരത്തില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചിമ്പുകൾ നല്ല സ്ട്രോങ്ങിലാണ് വരും. അപ്പോൾ നമ്മൾ ഈ റോഡിൻ്റെ മേളിലേക്കാണ് യാരുടെ പ്രോഡക്റ്റ് കൊടുക്കുന്നത്. ഈ റോഡിന് താഴോട്ട് നമ്മൾ നോർമൽ രീതിയിലുള്ള വളങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം നമുക്ക് ഇങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം. അതിൻ്റെ ചിമ്പിൻ്റെ വളർച്ച കൂടുതൽ, ഇതിൻ്റെ ചിമ്പിൻ്റെ വളർച്ച കുറവ്. മൊത്തത്തിൽ നമുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ കൊടുത്തത് യാരയുടെ 12/23 200 ലിറ്റർ 2 കിലോ. അവർ സെനിഫോസ് തന്നെ 200 മില്ലി സോയിൽ ട്രെഞ്ചിങ് കൊടുത്തു. രണ്ടാമത് അവരുടെ 17/017 200 ലിറ്ററിന് 2 കിലോ 200 മില്ലി സെനിഫോസ് ട്രെഞ്ചിങ് പോയിട്ടുണ്ട്. ഇപ്പോൾ പുതിയൊരു പ്രോഡക്റ്റ് ഡെമോ ആയിട്ട് ചെയ്തു പോയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് വരുന്ന ദിവസങ്ങളിൽ പറയാം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് യാരയുടെ കുറച്ച് പ്രോഡക്റ്റുകൾ ചെയ്ത പ്ലോട്ടുകളാണ് ഈ കാണുന്നത്. യാരയുടെ നമ്മൾ ചെയ്തത് കുറേ കഴിഞ്ഞ വർഷങ്ങൾ തൊട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങിയാണ്. കഴിഞ്ഞ വർഷത്തെ മഴയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് കാറ്റടിച്ച് ഒടിഞ്ഞും അഴുകൽ ബാധിച്ചൊക്കെ കംപ്ലീറ്റ് പോയ ഒരു ഭാഗത്ത് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇത് യാരയുടെ ഡെമോ പ്ലോട്ടാണ്. ഈ ഭാഗങ്ങളെല്ലാം തന്നെ. അപ്പോൾ നമ്മൾ ആദ്യം പോയത് യാരയുടെ 12/023 200 ലിറ്റർ 2 കിലോ സെനിഫോസ് 200 മില്ലി ചേർത്ത് നമ്മൾ ട്രെഞ്ചിങ് പോയി. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത് പോയത് യാരയുടെ 17/017 സെനിഫോസിലൂടെ ട്രെഞ്ചിങ് പോയി. 3 ട്രെഞ്ചിങ്ങാണ് ഇതിനകത്ത് പോയിരിക്കുന്നത്. പിന്നെ ഒന്ന് പോയത് നമ്മുടെ 12/11/18 ഒരു തവണ ട്രെഞ്ചിങ് പോയിട്ടുണ്ട്. അങ്ങനെ 2-3 യാരയുടെ പ്രോഡക്റ്റുകൾ മാത്രം ചെയ്യുന്ന പ്ലോട്ടാണ്. നമുക്ക് ഭയങ്കരമായ വ്യത്യാസമുണ്ട് യാരയുടെ പ്രോഡക്റ്റുകൾ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാം നല്ല ഗ്രോത്ത് ഉണ്ട്, സ്ഥലങ്ങളെല്ലാം സെറ്റാണ്. എന്നാൽ വെയിൽ കാടിൻ്റെയും കൂടുതലുണ്ട്. കഴിഞ്ഞു ഒരാഴ്ചയ്ക്ക് മുമ്പ് വരുമായിരുന്നെങ്കിൽ നല്ല പച്ച കളർ ഗ്രീനിഷ് ആയിട്ട് നിന്ന ചെടിയാണ്. അപ്പം ആ ചൂടിൻ്റെ ഒരു പ്രശ്നങ്ങൾ മാത്രമേ കാണിക്കുന്നു. പക്ഷേ ചെടി മൊത്തത്തിൽ നല്ലൊരു ഗ്രോത്തും എല്ലാം നമ്മുടെ തട്ടയുടെ വണ്ണമൊക്കെ നോക്കിയാലും എല്ലാം കൊണ്ടും നല്ലൊരു മെച്ചമാണ് ഈ കൊല്ലം യാരയുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് കിട്ടിയത്. എല്ലാവരും മേടിച്ച് ഉപയോഗിച്ച് നോക്കാം. 3 ഘട്ടമായിട്ടാണ് അത് ചെയ്തത്. ഇതൊക്കെ എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ്. ചിമ്പില്ലാത്ത ആൾക്കാർക്കൊക്കെ ചിമ്പ് അടിക്കാൻ നോക്കാം. നമുക്ക് ചിമ്പ് മാത്രമേ ഉള്ളൂ. നോക്കി കഴിഞ്ഞാൽ ഒരു ചെടിയിൽ എങ്ങനെയാണെങ്കിലും 10, 40, 50, 60 ചിമ്പ. ചിമ്പ് കുറവുള്ള ആൾക്കാർക്ക് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് ഇതെല്ലാം. അപ്പോൾ യാരയുടെ പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. നല്ല റിസൾട്ടുണ്ട്. അപ്പം വീണ്ടും കാണാം. നന്ദി.